അതുപോലെ അടുത്തൊരു ഡെഫിനിഷനാണ് ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത് എന്ന് പറയും. അതായത് എ സ്പാനിങ് ഡയറക്റ്റഡ് പാത്ത്, അതിനെയാണ് എന്ത് പറയാ, ഹാമിൽട്ടൺ പാത്ത് എന്ന് പറയാം. സ്പാനിങ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓരോ വെർട്ടെക്സിനും അടുത്ത വെർട്ടെക്സിലേക്ക് വരുമ്പോൾ ഓരോ എഡ്ജിനും ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പാത്ത്, നമ്മൾ നേരത്തെ പാത്ത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗ്രാഫിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വെർട്ടെക്സിൽ കൂടിയും കടന്നു പോകുന്ന എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പാനിങ് പാത്താണ്. സ്പാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താ, ഡയറക്റ്റഡ് പാത്തും കൂടെയാണ്. അങ്ങനത്തെ പാത്ത്, ഒരു സ്പാനിങ് ഡയറക്റ്റഡ് പാത്തിനെയാണ് ഹാമിൽട്ടൺ പാത്ത് എന്ന് പറയുന്നത്. അതായത് എ പാത്ത് ദാറ്റ് യൂസസ് എവരി വെർട്ടെക്സ് ഇൻ എ ഗ്രാഫ് എക്സാക്ട്ലി വൺസ്. എന്താണ്, എഡ്ജ് ഒരു പ്രാവശ്യം ഉപയോഗിക്കാവൂ, അതിന്റെ വെർട്ടെക്സും ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാവൂ. അതുപോലെ ആ ഒരു വെർട്ടെക്സിൽ നിന്ന് ഏത് വെർട്ടെക്സിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ഡയറക്ഷനും കൂടെ വേണം. ആ ഒരു ഡയറക്റ്റഡ് ആയിട്ടുള്ള പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹാമിൽട്ടൺ പാത്ത് എന്ന് പറയാം. ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അടുത്തൊരു തിയറത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഹാമിൽട്ടൺ പാത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞത്. ആ തിയറം ഇതാണ്, സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എവരി ടൂർണമെന്റ് കണ്ടെയ്ൻസ് എ ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത്. അപ്പൊ ഈ ടൂർണമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ അതിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഹിസ്റ്ററി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് റിയൽ ടൂർണമെന്റുമായിട്ട് എങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു മോഡലിംഗ് എങ്ങനെയാണ് വരുന്നത്, ഇനി അതിന്റെ സൊല്യൂഷൻ, അതിന്റെ വിന്നേഴ്സും അതിന്റെ സൊല്യൂഷനും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വരണം. അപ്പൊ ഈ ഒരു തിയറം ഇതാണ് പറയുന്നത്: എവരി ടൂർണമെന്റ് അപ്പൊ ഇതിന്റെ ഈ ഒരു ടൂർണമെന്റ് അതിന്റെ ഇത് എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്, ആ സൊല്യൂഷനുമായിട്ട് എന്തെങ്കിലും ഹാമിൽട്ടൺ പാത്തിനൊക്കെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ പാത്തുകൾക്ക് ബന്ധങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി ഇതിന്റെ പ്രൂഫ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എവരി ടൂർണമെന്റ് കണ്ടെയ്ൻസ് എ ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത്. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, ദ റിസൾട്ട് ക്യാൻ ബി ഡയറക്ട്ലി വെരിഫൈഡ് ഫോർ ഓൾ ടൂർണമെന്റ്സ് അപ് ടു 3 വെർട്ടിസസ്. അല്ലെ, 3 വെർട്ടിസസ് വരെയുള്ള ടൂർണമെന്റ്സിന്. കാരണം ഒരു സിംഗിൾ വെർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് ആർക്കുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ 2 വെർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് തിരിച്ചായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇതൊരു ഹാമിൽട്ടൺ പാത്താണ്. കാരണം എന്താ, ഇത് എഡ്ജ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, സ്പാനിങ് ആണ്, 2 ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ആർക്ക് മാത്രമേ ഉള്ളൂ. ഇനി 3 ഉണ്ടെങ്കിലോ, അപ്പോഴും നമുക്ക് എന്താണ്, ഈ ഒരു ടൂർണമെന്റിൽ എന്താണ്, ഇതൊരു ടൂർണമെന്റ് ആണ്. അപ്പൊ ഇതിലെന്താണ്, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാമിൽട്ടൺ പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, ഈ ഒരു 3 വരെയുള്ള 3 വെർട്ടിസസ് മാത്രമുള്ള ടൂർണമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡയറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യാണ്, suppose that the result is true for all tournaments on n greater than or equal to 3 vertices. 3 വെർട്ടെക്സ് കൂടുതലുള്ള ഇതിനൊക്കെ എന്താണ്, നമുക്ക് മൊത്തം n വെർട്ടെക്സ് വരെയുള്ള n വെർട്ടെക്സ്, ആ n എന്താണ്, 3ൽ കൂടുതലുള്ള എല്ലാ n-കൾക്കും, അതായത് n വെർട്ടെക്സ് വരെയുള്ള ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. n വെർട്ടെക്സിന് എന്താണ്, ഇത് ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, n വെർട്ടെക്സിന് ട്രൂ ആണെങ്കിൽ n+1 വെർട്ടിസസിനും ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം 3 വരെയുള്ള 3 വെർട്ടിസസ് വരെ നമ്മൾ എന്ത് ചെയ്തു, അത് മാനുവലായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ n=1നും n=2ക്കും n=3 എന്നുള്ളത് വരെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഈ ഒരു റിസൾട്ട് ട്രൂ ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, n വരെയുള്ള n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വെർട്ടിസസുകൾക്ക് കംപ്ലീറ്റ് ഇത് ട്രൂ ആണ് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ ടൂർണമെന്റ്സ് ഓൺ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വെർട്ടിസസ്. ഇനി എന്ത് പ്രൂവ് ചെയ്യണം, n വരെ ഈ റിസൾട്ട് ട്രൂ ആണ്. ഇനി n+1 ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്തിട്ട് പറയണം, കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ അസ്യൂം ചെയ്യുക, ലെറ്റ് T ബി എ ടൂർണമെന്റ് ഓൺ n+1 വെർട്ടിസസ് v1 v2 എക്സെട്ര vn+1. ഈ n+1 വെർട്ടിസസ്, അതായത് v1 v2 എക്സെട്ര vn+1 എന്ന് പറയുന്ന n+1 വെർട്ടിക്സ് കൺസിഡർ ചെയ്യാം. ഈ n+1 വെർട്ടിക്സുകള് n+1 വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. അപ്പൊ ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൂർണമെന്റ് ആണ്. അതിന്റെ വെർട്ടൈസസുകൾ എന്താണ്, v1 v2 എക്സെട്ര vn+1 അതിന്റെ വെർട്ടെക്സുകളായിട്ട് വരുന്നത്.
നൗ ഡെലീറ്റ് വി എൻ പ്ലസ് വൺ ഫ്രം ടി. എന്താണ് ഈ ഒരു വെർട്ടെക്സ് ഉണ്ടല്ലോ, ഈ ഒരു വി എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ്, ഇത് ടിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ടി എന്ന് പറയുന്ന നമുക്കൊരു ഡയഗ്രാഫ് കിട്ടും. കാരണം ഒരു വെർട്ടെക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്, അതിൽ നിന്ന് എന്ത് കിട്ടും, ഒരു ഡയഗ്രാഫ് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ടി എന്ന് പറയുന്ന ടൂർണമെന്റിൽ നിന്ന് അതിലൊരു വി എൻ പ്ലസ് വൺ എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു ഡിലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡയഗ്രാഫ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിച്ചു, ടി ഡാഷ് എന്ന് വിളിച്ചു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഡയഗ്രാഫിനെയാണ് ടി ഡാഷ് എന്ന് വിളിച്ചത്. വി എൻ പ്ലസ് വൺ ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡയഗ്രാഫാണ് ടി ഡാഷ്. സോ ദ റിസൾട്ടിംഗ് ഡയഗ്രാഫ് ടി ഡാഷ് ഈസ് എ ടൂർണമെന്റ് ഓൺ എൻ വെർട്ടീസസ്. അപ്പൊ എന്താണ്, എൻ പ്ലസ് വൺ വെർട്ടെക്സ് നിന്ന് ഒരു വെർട്ടെക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്തു, അപ്പൊ കിട്ടുന്ന ടി ഡാഷ് എന്ന് പറയുന്ന ടൂർണമെന്റ് എന്താണ്, എൻ വെർട്ടെക്സിലുള്ള ടൂർണമെന്റ് ആണ്. ആൻഡ് ഹെൻസ് ബൈ ദ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് കണ്ടെയ്ൻസ് എ ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത്. അപ്പൊ എന്താണ്, നമ്മുടെ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഈ ടി ഡാഷ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഒരു ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അത് എവിടുന്ന് കിട്ടി, നമ്മുടെ ഹൈപ്പോത്തിസിസ് അനുസരിച്ച്. കാരണം ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുന്ന അപ് ടു എൻ വരെ വരുന്ന എല്ലാ ഡയഗ്രാഫുകൾക്ക് എന്ത് ഒരു ഹാമിൽട്ടൺ പാത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ആ അസംഷൻ ഉപയോഗിച്ച് എന്താണ്, ഈ ഒരു ടി ഡാഷ് കണ്ടെയ്ൻസ് എന്താണ്, ഒരു ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത് ഉണ്ട് എന്ന് നമുക്ക് ആ ഒരു ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചിട്ട് കിട്ടും. അസ്യൂം ദാറ്റ് ദ ഹാമിൽട്ടൺ പാത്ത് ഈസ് വി വൺ വി ടു എക്സെട്ര വി എൻ റീലാബിലിംഗ് ദ വെർട്ടീസസ് ഇഫ് നെസസറി. അതായത് ഉദ്ദേശിച്ചത് ഈ ഒരു ഹാമിൽട്ടൺ പാത്ത് എന്ന് പറയുന്നത് വി വണ്ണിൽ നിന്ന് വി ടു എക്സെട്ര വി എൻ. ഒരു പക്ഷെ നമ്മൾ പേര് കൊടുത്ത് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇങ്ങനെ ആയിരിക്കും നമുക്ക് പേര് കൊടുത്തിട്ടുണ്ടാവുക. ഇത് വി വൺ, ഇത് വി ടു, ഇത് വി ത്രീ. അപ്പൊ നമ്മളെ ഗ്രാഫ് ഉണ്ടാവുക ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ പാത്ത്. അതായത് വി വൺ നിന്ന് വി ത്രീക്ക്, വി ത്രീ നിന്ന് വി ടുക്ക്. അപ്പൊ എന്താ, ഇതൊന്ന് റീറൈറ്റ് ചെയ്താൽ മതി. വി വൺ ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇതിന് വി ടു എന്നും പേര് കൊടുക്കുക, ഇതിന് വി ത്രീ എന്നും. ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം, അസ്യൂം ദാറ്റ് ദ ഹാമിൽട്ടൺ പാത്ത് ഈസ് വി വൺ വി ടു എക്സെട്ര വി എൻ. ഇനി ഇത് ഇങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത ഗ്രാഫിൽ ഇങ്ങനെയല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. ലാബിൽ മാത്രം എന്ത് ചെയ്യാം, ഒന്ന് റീലാബിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വി വൺ വി ടു എക്സെട്ര വി എൻ എന്നുള്ള രീതിയിൽ. അതിലിപ്പോൾ ഗ്രാഫിൽ ചേഞ്ച് ഒന്നും വരില്ല, അതിന്റെ ലാബലുകൾ മാത്രം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇഫ് ദ ആർക്ക് ജോയിനിങ്, അപ്പൊ ഇനി എന്താണ്, ഈ ഇതിൽ ഒരു ഹാമിൽട്ടൺ പാത്ത് ഉണ്ട്. അതായത് ടി ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്രാഫിൽ ഒരു ഹാമിൽട്ടൺ പാത്ത് ഉണ്ട് എന്ന് കിട്ടി. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ഡിലീറ്റ് ചെയ്തത്, വി എൻ പ്ലസ് വൺ എന്നുള്ളതാണ് ഡിലീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് 2-3 ഓപ്ഷൻസ് ആലോചിക്കാം. ഒന്നുകിൽ എന്താണ്, ഈ വി എൻ പ്ലസ് വൺ എന്നത് ഈ വി വണ്ണിൽ നിന്ന് വി വണ്ണിന്റെ ടെയിലാണ് എന്ന് വെക്കുക. നമ്മൾ ഡിലീറ്റ് ചെയ്തതെന്ന് ഒരു ആർക്ക് ഉണ്ടാവില്ല, കാരണം ടി എന്തായിരുന്നു, ഒരു ഡയഗ്രാഫ് ആയിരുന്നു. അപ്പൊ ഇത് ഒരു വി വണ്ണിന്റെ ടെയിലായിട്ടാണ് വി എൻ പ്ലസ് വൺ വന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി എൻ പ്ലസ് വൺ, വി വൺ, വി ടു എക്സെട്ര അതും എന്താവും, ഒരു ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത് ആവും. അപ്പൊ നമ്മുടെ റിസൾട്ട് വി എൻ പ്ലസ് വൺ വെർട്ടീസസിന് ട്രൂ ആണെന്ന് കിട്ടി. ഇനി അതല്ല, ഇത് വരുന്നത് വി എന്നിന്റെ ഒരു ഹെഡ് ആയിട്ടാണ് നോക്കുക. അതായത് വി എന്നിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെയും വരാലോ. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഹാമിൽട്ടൺ പാത്ത് കിട്ടും. വി വൺ, വി ടു എക്സെട്ര വി എൻ പ്ലസ് വൺ എന്നുള്ള ഹാമിൽട്ടൺ പാത്തുകൾ കിട്ടും, ഒരു ഹാമിൽട്ടൺ പാത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു വി വണ്ണിന്റെ ടെയിലായിട്ട് വന്നു കഴിഞ്ഞാലും വി എന്നിന്റെ എൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ഒരു ഹാമിൽട്ടൺ പാത്ത് കിട്ടും. ഇനി ഇത് രണ്ടും അല്ല നോക്കുക, അപ്പൊ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്, അല്ലെ നമ്മൾ റിമൂവ് ചെയ്തത് എൻഡിൽ നിന്നല്ല. അപ്പൊ അതിൽ നിന്ന് എൻഡിൽ നിന്നല്ലാതെ നമ്മളൊരു കാരണം ഇതൊരു സ്പാനിങ് ആണല്ലോ നമ്മുടെ ഹാമിൽട്ടൺ പാത്ത് ഉണ്ടാവും. അപ്പൊ n മൈനസ് വൺ എന്നതിന് നമുക്കൊരു സ്പാനിങ് ആയിട്ടുള്ളത്, അതിന്റെ ഈ അറ്റത്തൊന്നും അല്ല ഈ അറ്റത്തൊന്നും അല്ല നമ്മൾ ഡിലീറ്റ് ചെയ്തത്. അപ്പൊ എന്താണ്, അതിന്റെ മിഡിലായിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഇവിടുന്ന് ഒരു നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു വി ഐ മൈനസ് വണ്ണും ഒരു വി ഐയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയുള്ള വി ഐ മൈനസ് വണ്ണിൽ നിന്ന് വി എൻ പ്ലസ് വണ്ണിലേക്ക് ഒരു ആർക്ക് ഉണ്ട്, അതുപോലെ വി എൻ പ്ലസ് വണ്ണിൽ നിന്ന് വി ഐയിലേക്ക് ഉണ്ട്. അതായത് ഈ വി എൻ പ്ലസ് വണ്ണിലേക്ക് ഒരു ഗ്രാഫ് ഒരു ആർക്ക് വരുന്നുണ്ടാവും, ഒരു ഗ്രാഫ് പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള 2 ആർക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സുകളെ നമ്മൾ വി ഐ മൈനസ് വൺ എന്ന് വിളിച്ചു, വി ഐ എന്ന് വിളിച്ചു. അപ്പോൾ ഓൾറെഡി ഇതിലൊരു പാത്ത് നമുക്ക് ഉണ്ടാവും. അതുപോലെ എന്താണ്, ഇവിടുന്ന് ഇങ്ങനെയുള്ള ഓരോ ആർക്കുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതാണ് ഈ പറഞ്ഞത്. സപ്പോസ് ദാറ്റ് നൺ ഓഫ് വി എൻ പ്ലസ് വൺ വി വൺ ആൻഡ് വി എൻ പ്ലസ് വൺ, അതായത് ഈ വി എൻ പ്ലസ് വൺ വി വൺ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്, അതല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ കേസ് എന്താ, വി എൻ പ്ലസ് വൺ
Suppose that none of vn plus 1 v1 and vn n plus 1 is an arc of t. ഇത് രണ്ടും ടിയുടെ ആർക്ക് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ ഓപ്ഷനിൽ hence v1 vn plus 1 and vn plus 1 vn are arcs of t. ഇത് രണ്ടും ഏതിന്റെ ആർക്ക് അല്ലെങ്കിൽ vn plus 1 v1 എന്ന് പറയുന്നത് ഒരു ആർക്കല്ല, vn plus 1 എന്നുള്ളത് ഒരു ആർക്കല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ട് ആർക്ക് ഉണ്ടാവും. ഈ ഒരു കൺഫ്യൂഷൻ ആവരുത്. ഈ ഒരു v1ഉം ഈ ഒരു vnഉം സെയിം v1ഉം vnഉം ആവണമെന്നില്ല. ഒന്നുകിൽ ഇതിനോട് മാത്രമായിട്ട് വരും, അല്ലെങ്കിൽ ഇതിനോട് മാത്രമായിട്ട് വരും, അല്ലെങ്കിൽ എന്താണ് രണ്ടും കൂടെ വരും. അത് ആ രണ്ടെണ്ണം എന്താണെന്ന് ലേബൽ ചെയ്യാം. നമുക്ക് ഈ ഒരു vn plus 1 എന്നുള്ളതിന് പകരം വേറെ ഏതെങ്കിലും ലേബൽ ചെയ്യാം. അങ്ങനെയുള്ള രണ്ട് ആർക്കുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. Hence, v1 vn plus 1 and vn plus 1 vn are arcs of t. The first incident into vn plus 1 and the second out of vn plus 1. ഇതിലുള്ള ആദ്യത്തെ എന്തായിരിക്കും, ഇതിലേക്ക് ഇൻസിഡന്റ് ആയിട്ട് വരും, രണ്ടാമത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ. അങ്ങനെയുള്ള ഒരു v1ഉം ഒരു vnഉം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. Thus, we pass on from v1 to vn. അപ്പൊ എന്താ, ഈ ഒരു v1 മുതൽ vn വരെ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. We encounter a reversal of the orientation of edges incident with vn plus 1. അപ്പോൾ ഈ vn plus 1നോട് ഉള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള രീതിയിൽ ഒരു vi minus 1ഉം vi നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Let vi 2 less than or equal to I less than or equal to n be the first vertex where this reversal takes place. അതായത് vi എന്നുള്ളത് ഈ ഒരു റിവേഴ്സൽ ഇതാവുന്ന ഫസ്റ്റ് ഇതാണെന്ന് നോക്കുക. So that vi minus 1 vn plus 1 and vn plus 1 vi are arcs of t എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് രീതിയിൽ ഉള്ള വെർട്ടക്സുകളാണ് എന്നുള്ളത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, v1 v2 എക്സെട്ര vi minus 1 vn plus 1 vi എക്സെട്ര vn ഈസ് എ ഡയറക്റ്റഡ് ഹാമിൽട്ടൺ പാത്ത് ആണെന്ന് കിട്ടും. അപ്പൊ ഇതിൽ മൂന്ന് കേസുകളാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റത്തെ എന്തായിരുന്നു, ഒന്നുകിൽ vn plus 1 എന്നുള്ളത് ഈ v1നോട് v1ലേക്ക് വരുന്ന ഒരു വെർട്ടെക്സ് ആയിട്ട് വരിക, അല്ലെങ്കിൽ എന്താണ് vn plus 1 എന്നുള്ളത് vnൽ നിന്ന് vn plus 1ലേക്ക്, അതായത് ഇവിടെ vn plus 1 ഒരു ടെയിൽ ആയിട്ട് വരുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഈ vn plus 1 എന്ന് പറയുന്നത് ഒരു ഹെഡ് ആയിട്ട് വരും, vnന്റെ ഒരു ഹെഡ് ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പൊ ഈ രണ്ട് കേസിലാണെങ്കിലും നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, ഇത് രണ്ടും അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ എവിടെയോ വെച്ചിട്ട് എന്താണ് നമുക്ക് രണ്ട് ആർക്ക്, ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടുന്ന് ഒരു പാത്ത് ഉണ്ടാവാം, കാരണം എന്തായാലും ഉണ്ടാവണല്ലോ, കാരണം എന്താണ് ടി ഡാഷ് എന്തായാലും ഹാമിൽട്ടൺ പാത്ത് ആയിട്ട് വരും. ടി ഡാഷിൽ നമുക്ക് എന്തായാലും ഒരു ഹാമിൽട്ടൺ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഹൈപ്പോത്തസിസ് അനുസരിച്ച്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് വെർട്ടെക്സ് നമുക്ക് എന്തായാലും vi minus 1 എന്നുള്ള രീതിയിൽ രണ്ട് വെർട്ടെക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഈ vi minus 1 എന്നുള്ളത് vn plus 1ന്റെ ടെയിൽ ആയിട്ട് വരുന്ന രീതിയിലും vi എന്നുള്ളത് vn plus 1ന്റെ ഹെഡ് ആയിട്ട് വരുന്ന ഈ ഒരു ആർക്കിന്റെ ഇങ്ങനത്തെ രണ്ട് ആർക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഇതൊരു ഹാമിൽട്ടൺ പാത്ത് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു തിയറത്തിന്റെ പ്രൂഫായിട്ട് വരുന്നത്. ഒന്നും കൂടെ വായിച്ചു നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്ത് നോക്കാം.